അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ, നമ്മളങ്ങനെ ഞാറിന് വിത്തിടാനുള്ള പരിപാടിയിലാണ്. വിത്ത് പാടൊക്കെ ഒരുക്കി വെടുപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ നായകൻ ബിജു ഇതാ വിത്ത് ബക്കറ്റിലേക്ക് പകർത്തി ബക്കറ്റിൽ നിന്ന് പതുക്കെ നമ്മൾ പാടത്ത് മുഴുവൻ കൊണ്ടിടുകയാണ്. അയ്യോ, താഴത്ത് വീണുപോലെ ഞാൻ പിടിക്കാം, നീ ആ ചാക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ 2 ദിവസം മുമ്പ് കാണിച്ച് വെള്ളത്തിലിട്ട വിത്ത് മുളച്ചിട്ടുണ്ട് നന്നായിട്ട്. കേട്ടോ, മതി അല്ലെങ്കിൽ നീ അതിൽ പോയാലോ. വിട്ട് കണ്ട നല്ല മുളയുള്ള വിത്താണ് ഇപ്പോൾ തൽക്കാലം. ഇത് നമ്മൾ ഉഴുത് നിരത്തിയ പാടത്ത് വിത്തായിട്ട് ഇടാൻ പോവാണ്. ഇത് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഒരു വിരൽ നീളത്തിൽ ഞാറായിട്ട് വരും. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരു പച്ചപ്പ് അകല, നമ്മളപ്പുറത്തൊരു കണ്ടം വിതച്ചേക്കുന്നതാണ്, വിത്തിനിട്ടേക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ കൃഷിഭൂമികളുടെ ഇത് ഇവിടെ നമ്മൾ ഉഴുതിട്ടേക്കാണ്. വെള്ളം വന്നിട്ട് വേണം ഒരു ടില്ലറും കൂടി അടിച്ച് നമുക്ക് തുടങ്ങാനായിട്ട്. അപ്പോൾ വിത്തിടുന്ന നടപടിയിലേക്ക് പുല്ല ഇച്ചിരി വിത്തെടുത്തിട്ട് ഐശ്വര്യായിട്ട് നീ ഇടാ ആദ്യം ഐശ്വര്യായിട്ട് നീ എടുത്തിട്ടാ. അങ്ങനെ ഐശ്വര്യായിട്ട് മുകളിലുള്ള ഉടയമ്പരാണ് വിചാരിച്ച് നമ്മുടെ മിസ്റ്റർ ബിജു പുല്ലാൻ ഇതാ വിത്തിട്ടു. ഇത്തവണത്തെ കൃഷി പൊലിച്ച് നമുക്ക് നിറച്ച് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതാ വിത്ത് പാടത്ത് വീണു. കണ്ടല്ലോ അല്ലേ. ഇനി ഇവിടെ കിടന്ന് വേണം ഇത് മുളച്ച് വരാൻ. ഇനി ബാക്കിയുള്ള എൻ്റെ ക്യാമറമാൻ ശ്രീ ബിജു കണ്ടിന്യൂഷൻ. ഏതേരിയയിൽ ഉണ്ടെന്ന് പറഞ്ഞു വെള്ളമില്ലാത്തപ്പോൾ കിട്ടും. വെള്ളമില്ലാത്ത ഏരിയ ഒന്നാണ് ആറ്റത്തേക്ക് കൊണ്ടിടും. ഇങ്ങനെ കൂടുന്നാലും ഇപ്പോൾ വിജയ് അങ്ങനെ വിതയ്ക്കുകയാണ്. ഇത് ഇവിടുന്ന് നമ്മളിവിടെ കിടന്ന് മുള പൊട്ടി ഞാറ് കൂട്ടത്തോടെ വളരും ഇവിടെ നിന്ന്. അപ്പോൾ നമ്മളൊരു 24 ദിവസം കഴിയുമ്പോൾ പറിച്ച് നമ്മൾ നിരത്തി നടും. അങ്ങനെയാണ് നാട് എന്ന് പറയുന്ന കൃഷി രീതി. 2 തരം കൃഷി രീതിയുണ്ട്. ഒരെണ്ണം വിതയാണ്, ഒരെണ്ണം നാടാണ്. വിതയിൽ ഇങ്ങനെയൊന്നുമല്ല. വിതയിൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ അവിടെയൊക്കെ കൃത്യമായിട്ട് വിതച്ചു പോകും. അങ്ങനെ വിത കൃത്യമായിട്ട് ചെയ്യാറിയാണ് ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ നാടാണ് ഇപ്പം എല്ലാവരും ചെയ്യുന്നത്. ആരും വിതയിലേക്ക് പോകുന്നില്ലേ. നമ്മൾ പൊങ്ങിയ സ്ഥലത്താണ് വിത്തിടുന്നത്. പൊങ്ങിയ സ്ഥലത്ത് വിത്തിട്ട് നമ്മൾ ചെയ്യാണ്. ഡയലോഗ് പറഞ്ഞോട്ടോ വിജയ്. ഡയലോഗ് നീ പറയും. കുറച്ച് വിത്ത് ഇടുന്നതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ കൂട്ടം കൂടി നെല്ല് വളരാൻ പാകത്തിന് വിത്തിടുക. അല്ലെങ്കിൽ അത് നെല്ല് പറിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ നെല്ല് ശരിയായില്ല, ഞങ്ങൾക്ക് പറിക്കാൻ പറ്റില്ല. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. വിത്തിടുമ്പോൾ നമ്മൾ നല്ല കൂട്ടത്തോടു കൂടിയാണ് നെല്ല് മുളച്ച് വരിക. ഒരു 24 ദിവസം കഴിയുമ്പോഴാണ് നമ്മളിത് പറിച്ച് നടുക. ഇതിപ്പോൾ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വലിയ ഏരിയയാണ് ഇത്തവണ യൂസ് ചെയ്തത്. വലിയ ഏരിയയുടെ ഒരു പ്രശ്നം നമുക്ക് കാണിക്കുന്നുണ്ട് ഇത്തവണ. കഴിഞ്ഞ തവണയൊക്കെ കൃത്യമായിട്ട് ബൗണ്ടറി ചെയ്തായിരുന്നു. ആ ബൗണ്ടറി ഇത്തവണ നമ്മളത് അത്രയ്ക്ക് അങ്ങോട്ട് നോക്കിയിട്ടില്ല. അതൊരു കൃഷിയായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. ഓരോ തവണയും ഓരോ പാടങ്ങളാണ് കൃഷി തരിക. ഓരോ തവണ ചെയ്യുമ്പോഴും അറിയാം അയ്യോ ഇതിങ്ങനെയല്ലെന്ന് തോന്നുന്നു. പിന്നെ അതിനുള്ള സൊല്യൂഷൻ ഉണ്ടാക്കാൻ നടക്കും. ഇതൊക്കെ കൃഷിയുടെ ഓരോ ബുദ്ധിമുട്ടുകളാണ്, അല്ലെങ്കിൽ പാഠങ്ങളാണ്. ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല, അറിവുറവുണ്ട്. കൃഷിപ്പാടങ്ങൾ എന്ന് പറയുന്നത്. ഓരോ തവണയും നമ്മൾ ചാക്കില വിത്ത് ഇതും കൂടി ആക്കാം. അത് കഴിഞ്ഞാൽ
ഇത് രണ്ട് ചാക്ക് വിത്തുകൊണ്ടാണ് 18 പറക്കി കണ്ടം മുഴുവൻ നമ്മൾ ഞാറ് നടാൻ പോണത്. അത് പറയാൻ വെച്ചാൽ 70 കിലോ വിത്ത് കൊണ്ട്. പിന്നെ ഇത് 100 ദിവസമല്ലേ? 140. 42 കഴിഞ്ഞ തവണ കിട്ടിയത് അത്ര 20 പറയണ്ട. ആ ജോണി വെള്ളം എടുത്തിട്ടുണ്ട. വെള്ളം ഒഴിവാക്ക്. വെള്ളം ഒഴിവാക്കിക്കോ, സ്ഥലം ഉണ്ടല്ലോ. മതിയില്ലേ? 6 മിനിറ്റ് ഉണ്ട്.